പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നിന്നും വളരെ വലിയൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ചൈനയുടെ വാഹനങ്ങൾക്ക് നേരെ ബലൂചിസ്ഥാനിൽ വലിയൊരു വമ്പൻ ആക്രമണം ബലൂച്ച് ആർമി അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ വല്ലാതെ തന്നെ പുറത്തുവിട്ട വേറൊരു വാർത്തയുണ്ട്. അതായത് $247 മില്യൺ മുടക്കി പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ചൈന വിമാനത്താവളം നിർമ്മിച്ചിരുന്നു. അത് ചൈനയുടെ പ്രധാനമായിട്ടുള്ള ബെൽറ്റ് റോഡിന് വേണ്ടിയിട്ടായിരുന്നു. അവിടെയുള്ള ഗ്വാദ്വാർ തുറമുഖം അടക്കം ഈ ബെൽറ്റ് റോഡിന്റെ ഒരു നാഴികക്കല്ലായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് വിമാനത്താവളവും ചൈന ഇപ്പോൾ അവിടെ പണിതത്. അതായത് ബീജിംഗിൽ നിന്ന് നേരിട്ട് അറേബ്യൻ സീയിലേക്ക് വരാവുന്ന ഒരു പാതയാണ്. എന്നാൽ ബലൂചിസ്ഥാനിൽ ബലൂച്ച് ആർമി അവിടെ ഉള്ളിടത്തോളം കാലം ചൈനയ്ക്ക് യാതൊരുവിധ നീക്കങ്ങളും അവിടെ നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ ബലൂച്ച് ആർമിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ വിമാനത്താവളത്തിൽ വിമാനം കയറാനും ഇറങ്ങാനും ഒന്നും തന്നെ ആളില്ലാത്തൊരു സാഹചര്യം. പോരാത്തതിന് ചൈനയുടെ ഒരു പരിപാടിയും ബലൂച്ചിൽ നടക്കില്ല എന്ന് ബലൂച്ച് ആർമി ആണയിട്ട് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാനിൽ ചെമ്പ് കൊണ്ടുപോകുന്ന ട്രക്ക് വാഹന വ്യൂഹത്തിന് നേരെ ബലൂച്ച് വിമതർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ പാകിസ്ഥാനിലെ 7 സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പോരാത്തതിന് 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, സൈന്യം കാവൽ നിൽക്കുന്ന 29 ട്രക്കുകളാണ് ഇപ്പോൾ അതുവഴി പോയത്. ആ 29 ട്രക്കുകളും സൈന്യത്തെ അടിച്ചിട്ടുകൊണ്ട് പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് ബലൂച്ച് ആർമി. ബലൂച്ച് വിമതർ നടത്തിയ ആക്രമണത്തിലാണ് 7 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടത്. ഇതിന്റെ 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ക്വറ്റ കറാച്ചി ദേശീയപാതയിൽ ബലൂച്ച് വിമതർ ട്രക്ക് വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. റിപ്പോർട്ടുകൾ പ്രകാരം സൈൻഡക് പദ്ധതിയിൽ നിന്ന് കറാച്ചിയിലേക്ക് ചെമ്പ് കൊണ്ടുപോവുകയായിരുന്നു ഈ വാഹന വ്യൂഹം എന്നുള്ളതാണ്. ബലൂചിസ്ഥാനിൽ നിന്ന് വിഭവങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. ഒരു ചൈനീസ് കമ്പനിയുടെ വാഹന വ്യൂഹമായിരുന്നു ഇത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ചൈനയ്ക്ക് അവിടെ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ചൈനീസ് പൗരന്മാരടക്കം അവിടെ മരിച്ചു വീഴുന്ന അവസ്ഥയാണ്. അതായത് ചൈന തൊഴിലാളികളെ അവിടെ പണിക്ക് വേണ്ടി കൊണ്ടിറക്കുമായിരുന്നു. ബലൂച്ച് ആർമി അവരെയും മുന്നം വെച്ച് അവരെയും കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. ഇതോടുകൂടി ഈ ബെൽറ്റ് റോഡിന്റെ പദ്ധതി അവിടെ വെച്ച് ഉപേക്ഷിക്കാൻ പാകിസ്ഥാനിൽ ഉപേക്ഷിക്കാൻ ചൈന തീരുമാനിച്ചതായുള്ള അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്തു തന്നെയായിരുന്നാലും ബലൂച്ച് ലിബറേഷൻ ആർമി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ചൈന ഇനിയും ഞങ്ങൾ ആക്രമിക്കുമെന്ന്. വാഹനവ്യൂഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സൈനിക വാഹനം ആദ്യം റിമോട്ട് നിയന്ത്രിത IED ഡിവിഷൻ ഉപയോഗിച്ച് തകർത്തു. അതിനുശേഷം ഗ്രനേഡുകൾ ലോഞ്ചറുകളും ഹെവി മെഷീൻ ഗണ്ണുകളും ഉപയോഗിച്ച് വിമതർ വാഹനവ്യൂഹത്തെ ആക്രമിക്കുകയായിരുന്നു. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനാണ് ചൈന ശ്രമിക്കുന്നത് എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.